LDF-ന്റേത് സാധാരണക്കാരെ കണ്ടുള്ള വികസന നയം. CM ചന്ദ്രൻ. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. സാധാരണക്കാരനെ കരുതിക്കൊണ്ടുള്ള വികസനമാണ് ഇടതുമുന്നണിയുടേതെന്ന് CPI സംസ്ഥാന കമ്മിറ്റി അംഗം CN ചന്ദ്രൻ പറഞ്ഞു. പെരിങ്ങോം വൈകര പഞ്ചായത്ത് LDF തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു CN ചന്ദ്രൻ. ജില്ലാ പഞ്ചായത്തുകൾ എങ്ങനെയാണ് പോയത്? 1991 ജില്ലാ പഞ്ചായത്തുകൾ അട്ടിമറിക്കപ്പെട്ടു. കൊടുത്ത അധികാരമെല്ലാം തിരിച്ചെടുത്തു. ഇത് കാണിക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തെ തുരങ്കം വെക്കാനും ജനങ്ങൾക്കായി പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളെ അട്ടിമറിക്കാനും ശ്രമിച്ചത് നമ്മൾ എതിർക്കുന്ന കൂട്ടരാണ്, UDF-കാരാണ്. അവരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ടിന് വേണ്ടി ചോദിക്കുന്നത്. ഇടതുപക്ഷം എക്കാലം ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള നിലപാട് സമീപനം സ്വീകരിച്ചവരാണ്. ഇടതുപക്ഷത്തിന്റെ വികസന കാഴ്ചപ്പാട് അത് കേരളത്തിൽ നടപ്പാക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമാണ്. രാജ്യത്ത് രണ്ടു തരം വികസനം നടക്കുന്നുണ്ട്. ഒരു വികസനം എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസനം തന്നെ. കേരളത്തിന്റെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുമ്പോൾ സാധാരണക്കാരനില്ലാത്തൊരു വികസനമില്ല. സാധാരണക്കാരനെ കരുതിക്കൊണ്ടുള്ള വികസനമാണ് നാം സംഘടിപ്പിക്കുന്നത്. സമഗ്ര വികസനമാണ് നമ്മുടെ മുദ്രാവാക്യം തന്നെ. ഈ 57 ആരംഭിച്ച മുദ്രാവാക്യം സാമൂഹ്യനീതി, സമഗ്ര വികസനം എന്നുള്ളതാണ്. ഐശ്വര്യപൂർണമായ കേരളം. പൊതുസമ്മേളനത്തിൽ C പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. പ്രചരണം നടത്തുമ്പോൾ അവരിൽ നിന്നുള്ള സ്നേഹ വായ്പകൾ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെരിങ്ങോം വൈകര പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിൽ വരാൻ നമ്മൾക്ക് കഴിയും. അതിന്റെ ഒരു നാന്ദി കുറിച്ചുകൊണ്ടാണ്, അതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന പഞ്ചായത്ത് റാലി. TI മഹസൂദൻ MLA, PV തമ്പാൻ, P ശശിധരൻ, KK കൃഷ്ണൻ, അസ്നാർ അരവഞ്ചാൽ എന്നിവർ പ്രസംഗിച്ചു. ഏത് പെൻഷനിലെ പിടിവ് ഈ ശശി അവസാനം പറഞ്ഞില്ലേ, ഡിസംബറിലേക്ക് കൂടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കെട്ടിട നിർമ്മാണ ക്ഷേമനിധിക്കാരുടെ 2 ഗഡു ഇപ്പോൾ കൊടുക്കും, 1 ഗഡു അത് കഴിഞ്ഞ് ഉടൻ കൊടുക്കും. 975 കോടി ഗവൺമെന്റ് ജാമ്യം തന്നിട്ടാണ് വായ്പ വാങ്ങി കടമെടുത്ത് കെട്ടിട നിർമ്മാണം 3,88,000 തൊഴിലാളികൾ ക്ഷേമനിധി അംഗങ്ങളാണ്. അവർക്കെല്ലാം കൊടുക്കുകയാണ്. പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഒക്ടോബർ 29 കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ ഒരു സർക്കാർ ആനുകൂല്യം കിട്ടാത്ത നമ്മുടെ കുടുംബത്തിലെ സഹോദരിമാർക്ക് ഗവൺമെന്റ് ഒരു മാസം 1000 രൂപ തോതിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശക്തമായ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് നയിക്കുകയാണ്. യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെയെല്ലാം സംഘടിപ്പിക്കുന്നത്. 18-ാം വാർഡിൽ CPI ആണ് മത്സരിക്കുന്നത്. അതേപോലെ തന്നെ NCPയുടെ ആളുകളുണ്ട്. അതേപോലെ മറ്റ് ഘടകകക്ഷികളിലെയും നേതാക്കന്മാർ എല്ലാം തന്നെ നമ്മുടെ കൂട്ടത്തിൽ സജീവമായ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് എല്ലാ വാർഡുകളിലും തീർച്ചയായും നമുക്ക് മുന്നേറാൻ സാധിക്കുന്നൊരു സാഹചര്യം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി KP നഗർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആൾക്കാർ അണിചേർന്നു.
ജനാധിപത്യം മതേതരത്വം നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.